ഹായ് ഓൾ അഹദ് ഹിയർ. നമ്മൾ ഇന്നത്തെ ട്യൂട്ടോറിയൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ അൺറിയൽ എഞ്ചിനിൽ ഒരു യൂസർ ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങളൊക്കെ ഗെയിംസ് കളിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ ഏതൊരു ഗെയിം ഓപ്പൺ ചെയ്താലും ഡയറക്റ്റ് ഒരിക്കലും മാച്ചിലേക്കല്ല പോകുന്നത്. അതിന് മുന്നേ നമുക്കൊരു യൂസർ ഇന്റർഫേസ് ഉണ്ടാവും. കളി സ്റ്റാർട്ട് ചെയ്യാനും ടീമുമായിട്ട് ജോയിൻ ചെയ്യാനും അല്ലെങ്കിൽ സെറ്റിങ്സ് ഇതെല്ലാം വരുന്ന ഒരു UI വേറെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതെങ്ങനെ നമുക്ക് അൺറിയൽ എഞ്ചിനിൽ ഈ ഒരു തേർഡ് പേഴ്സൺ ടെംപ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ അതിനായിട്ട് ആദ്യം ഞാനിവിടെ ഒരു തേർഡ് പേഴ്സൺ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കണ്ടന്റ് ബ്രൗസറിൽ പോയിട്ട് ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. UI നെയിം കൊടുക്കാം. എന്നിട്ട് അതിന്റെ ഉള്ളിൽ കയറിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം താഴെ പോയിട്ട് യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ഹോവർ ചെയ്യാം. അപ്പൊ അതിന്റെ റൈറ്റ് സൈഡിൽ കുറച്ച് ഓപ്ഷൻസ് വരും പോപ്പപ്പ് ആയിട്ട്. അതിൽ നമുക്ക് വിഡ്ജറ്റ് ബ്ലൂ പ്രിന്റ് ആണ് വേണ്ടത്. അപ്പോൾ വിഡ്ജറ്റ് ബ്ലൂ പ്രിന്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം യൂസർ വിഡ്ജറ്റ് എടുക്കുക. എന്നിട്ട് അതിന്റെ ഒരു നെയിം കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ മെയിൻ മെനു അണ്ടർസ്കോർ WP. അതിനുശേഷം അത് ഓപ്പൺ ചെയ്യുക. ആ WP എന്ന് കൊടുത്തിരിക്കുന്നത് വിഡ്ജറ്റ് ബ്ലൂ പ്രിന്റ് എന്നുള്ളതിനാണ്. അതിനുശേഷം ഇങ്ങനൊരു വിൻഡോയിലേക്ക് നമ്മൾ പോകും. അപ്പോൾ ഇവിടെ ലെഫ്റ്റിൽ നമുക്കൊരു സെർച്ച് ബാർ കാണാൻ സാധിക്കും. അതിൽ സെർച്ച് ചെയ്യുക ക്യാൻവ എന്ന്. എന്നിട്ട് ആ ക്യാൻവ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഈ ഒരു ഗ്രാഫിലേക്ക് ഇടുക. അതിനുശേഷം ആ ക്യാൻവയുടെ റൈറ്റ് സൈഡിൽ ബോട്ടം ലെൻഡിലായിട്ടൊരു നമുക്കിത് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഡ്രാഗ് ചെയ്തിട്ട് 90-20-1080 എന്നുള്ള ഒരു സൈസിലേക്ക് വെക്കുക. അതിനുശേഷം ഒന്ന് കറക്റ്റ് ആയിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ലെഫ്റ്റ് പോയിട്ട് ഒന്നുകൂടെ സെർച്ച് ചെയ്യുക. നമുക്ക് ബട്ടൺ ആണ് ഇനി വേണ്ടത്. അപ്പം ബട്ടൺ ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ബട്ടൺ കിട്ടും. അതിനുശേഷം ആ ഒരു ബട്ടണെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളത് നമുക്ക് എവിടെയാണ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ആങ്കർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ പോയിട്ട് ഈ ബട്ടൺ നമ്മൾ എവിടെയാണ് വെക്കുന്നത് എന്നുള്ളത് ഈ ഒരു ആങ്കറിൽ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ലെഫ്റ്റ് ബോട്ടാണ് വെക്കുന്നത്. അതുകൊണ്ട് അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഒരു ചക്രം പോലത്തെ ഒരു ഓപ്ഷൻ വരും. അപ്പൊ നമ്മൾ ഇതിൽ ഡ്രാഗ് ചെയ്തിട്ട് ഇതിനെ നമ്മൾ ആ ഒരു ബട്ടന്റെ 4 സൈഡിലും കൊണ്ടുപോകും. നമ്മൾ ഈ ബട്ടനെ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യുന്നതിനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. നമുക്ക് റെസ്പോൺസീവ് ആയിട്ടുള്ള ഈ ബട്ടൺ കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ബട്ടൺ നമ്മൾ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ബട്ടൻ്റെ ഉള്ളിൽ ഒരു ടെക്സ്റ്റ് വേണം. അതിനായിട്ട് ഞാൻ ഒന്നും കൂടെ പോയിട്ട് അവിടെ സെർച്ച് ബാറിൽ ടെക്സ്റ്റ് എന്ന് സെർച്ച് ചെയ്യുക. ടെക്സ്റ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ റിച്ച് ടെക്സ്റ്റ് ബ്ലോക്ക് ഉണ്ട്, അതുകൊണ്ട് നോർമൽ ടെക്സ്റ്റ് ഉണ്ട്. നമുക്ക് നോർമൽ ടെക്സ്റ്റ് ആണ് വേണ്ടത്. അത് ഡ്രാഗ് ചെയ്ത് നമ്മുടെ ബട്ടണിലേക്ക് ഇടുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ബട്ടന്റെ ഉള്ളിലേക്ക് തന്നെ പോകും. എന്നിട്ട് ഇവിടെ റൈറ്റിൽ ആ ഒരു ടെക്സ്റ്റിന്റെ ഡീറ്റെയിൽ പാനലിൽ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് കണ്ടിട്ട് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ ഒരു ടെക്സ്റ്റിന്റെ സൈസ് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക. 24 ജസ്റ്റ് ഒരു 30 ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ബട്ടന്റെ സൈസ് കുറച്ചൊന്ന് കുറച്ച് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അതുപോലെ തന്നെ ആ ഒരു ആങ്കറിനെ നമ്മൾ ബട്ടന്റെ കൂടെ പ്രോപ്പറായിട്ട് വെക്കണം. അതിനുശേഷം ഈ ബട്ടൺ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. ഞാനിപ്പോ ഇവിടെ നമ്മുടെ പബ്ജിയിലെ പോലത്തെ ഒരു ബട്ടൺ ചെയ്യാൻ നോക്കുകയാണ് ജസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു UIക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സെർച്ച് ബാറിൽ പോയതിനു ശേഷം ഇമേജ് എന്ന് സെർച്ച് ചെയ്യാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു അസെറ്റ് കിട്ടും. ആ അസെറ്റിനെ ഡ്രാഗ് ചെയ്തിട്ട് നമ്മുടെ ഒരു ക്യാൻവയുടെ ഉള്ളിലേക്ക് ഇട്ടതിന് ശേഷം റൈറ്റ് സൈഡിൽ സെയിം അതിന്റെ ഒരു ആങ്കർ, അതായത് ഈ ഒരു ഇമേജിന്റെ ഡീറ്റെയിൽ പാനലിലുള്ള ആങ്കറിൽ പോയതിനു ശേഷം ആ ഒരു ഫുള്ളായിട്ടുള്ള ഇതിൽ സെലക്ട് ചെയ്യാം, ഫുൾ സ്ക്രീൻ ഉള്ളതിന്. എന്നിട്ട് ഈ ഒരു ഇമേജിന്റെ ഓഫ്സെറ്റ് റൈറ്റ് 0 ആക്കുക. അതൊരു ഓഫ്സെറ്റ് ബോട്ടം 0 ആക്കുക. ഓഫ്സെറ്റ് ടോപ്പ് 0, ഓഫ്സെറ്റ് ലെഫ്റ്റും 0. അപ്പോൾ കാണാൻ സാധിക്കുക ഒരു ഇമേജ് കംപ്ലീറ്റ് ഈ ഒരു ക്യാമറ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇമേജിന് ബാക്കിലാണ് ഇടേണ്ടത്. അതുകൊണ്ട് ഇമേജിനെ ഡ്രാഗ് ചെയ്ത് ഏറ്റവും ടോപ്പിൽ കൊണ്ട് നോക്കുക ഈ ഒരു ഹെയറാർക്കിയിൽ. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. നമുക്ക് ഈ ഒരു വൈറ്റ് ഇമേജിനെ കുറച്ചും കൂടെ രസം വരാൻ വേണ്ടി നമുക്ക് ഇതിനൊരു ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് ആക്കാം ഇതിന്. അപ്പൊ ഈ ഒരു ഇമേജ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഈ ഒരു വൈറ്റ് ഇമേജ് ക്ലിക്ക് ചെയ്തതിനു ശേഷം അതിന്റെ ഡീറ്റെയിൽ പാനലിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് അവിടെ ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഞാനിവിടെ എന്റെ കണ്ടന്റ് ബ്രൗസറിൽ പോയതിനു ശേഷം ഞാൻ ഓൾറെഡി ക്രോമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന പബ്ജിയുടെ ഒരു ഇമേജ് ഉണ്ട്. അപ്പൊ ഞാൻ അത് ജസ്റ്റ് ഈ ഒരു പ്രോജക്റ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യാണ്. ഇമ്പോർട്ട് ചെയ്തതിനു ശേഷം ആ ഒരു ഇമേജിനെ ഞാൻ ഈ ഡീറ്റെയിൽ പാനലിൽ പോയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്.
ഓക്കെ, നമുക്ക് ആ ഒരു ഇമേജ് യു ഐയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഈ ഒരു യു ഐനെ വർക്ക് ആക്കുന്ന രീതിയിൽ ചെയ്യണം. ഇപ്പൊ ജസ്റ്റ് യു ഐ ക്രിയേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനെ വർക്ക് ആക്കുന്ന രീതിയിൽ ഇതിന്റെ ഫംഗ്ഷനാലിറ്റി ചെയ്യണം. അപ്പൊ അതിനനുസരിച്ച് ഈ ഒരു യു ഐ എന്നുള്ള ഫോൾഡർ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ലെവൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ ലെവലിനെ ഞാൻ മെയിൻ മെനു എന്ന് നെയിം കൊടുക്കുന്നു. അതിനുശേഷം ആ ലെവലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇപ്പൊ നമ്മൾ കറന്റ് ഉള്ള ലെവൽ സേവ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ സേവ് ചെയ്യാൻ കൊടുത്തു. ഞാൻ ഇപ്പം ക്രിയേറ്റ് ചെയ്ത ന്യൂ ലെവലിലേക്ക് പോയി. ഈ ന്യൂ ലെവലിലേക്ക് പോയതിനു ശേഷം ഈ ന്യൂ ലെവലിന്റെ ബ്ലൂ പ്രിന്റ് ഓപ്പൺ ചെയ്യാം, ലെവൽ ബ്ലൂ പ്രിന്റ്. അതിനുശേഷം ഒരു ഇവന്റ് ബിഗിനിങ് പ്ലേ എന്നുള്ളിടത്ത് നമ്മൾ ഡ്രാഗ് ചെയ്തതിനു ശേഷം ക്രിയേറ്റ് വിഡ്ജറ്റ് എന്ന് പറഞ്ഞ നോഡ് യൂസ് ചെയ്യുക. അതിനുശേഷം ആ ഒരു ക്രിയേറ്റ് വിഡ്ജറ്റ് എന്ന് പറഞ്ഞ നോഡിന്റെ റിട്ടേൺ വാല്യൂ ഡ്രാഗ് ചെയ്തതിനു ശേഷം ആഡ് ടു വ്യൂ പോർട്ട്. അതായത് നമ്മൾ ആ ഒരു വിഡ്ജറ്റിനെ വ്യൂ പോർട്ടിലേക്ക് ആഡ് ചെയ്യുകയാണ്. അതിലാണ് അവിടെ ആ വ്യൂ പോർട്ട് എന്ന് പറഞ്ഞ നോഡ് യൂസ് ചെയ്തത്. അതിനുശേഷം ഈ ഒരു ഓണിംഗ് പ്ലെയർ എന്നുള്ളതിനെ ഡ്രാഗ് ചെയ്തതിനു ശേഷം ഗെറ്റ് പ്ലെയർ കൺട്രോളർ, നമ്മുടെ പ്ലെയറിന്റെ കൺട്രോളറിനെ അവിടെ കോൾ ചെയ്തു നമ്മൾ. അതിനുശേഷം ഈ ഒരു ക്ലാസ് എന്നുള്ളത് നമ്മൾ മെയിൻ മെനു നേരത്തെ ക്രിയേറ്റ് ചെയ്ത യു ഐ വിഡ്ജറ്റ് ബ്ലൂ പ്രിന്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമ്പൈൽ ചെയ്യാം. കമ്പൈൽ ചെയ്തതിനു ശേഷം നമുക്ക് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു മെയിൻ മെനു എന്ന ലെവൽ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു യു ഐ ഇവിടെ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് പോകുന്നില്ല. നമുക്ക് ആ ഗെയിമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ ഈ ഒരു ക്യാൻവയുടെ വിൻഡോയിലേക്ക് വന്നതിന് ശേഷം ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ആ ബട്ടന്റെ ഡീറ്റെയിൽ പാനൽ വന്നാൽ നമുക്ക് ഏറ്റവും ബോട്ടം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഓൺ ക്ലിക്ക്ഡ് എന്ന് പറയുന്ന ഒരു ഇവന്റ് കാണാൻ സാധിക്കും. അതുപോലെ ഓൺ പ്രസ്ഡ്, ഓൺ റിലീസ്ഡ്, ഓൺ ഹോവർഡ്, ഓൺ അൺഹോവർഡ്, അങ്ങനെ കുറച്ച് ഇവന്റ്സ് കാണാൻ സാധിക്കും. നമുക്ക് വേണ്ടത് ഓൺ ക്ലിക്ക്ഡ് ആണ്. അപ്പൊ ഞാനിവിടെ ഓൺ ക്ലിക്ക്ഡ് എന്നുള്ളതിന്റെ ഒരു ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്കൊരു ഇവന്റ് ഗ്രാഫിലേക്ക് പോകും. ആ ഒരു ഇവന്റ് ഗ്രാഫിൽ പോയതിനു ശേഷം നമ്മൾ ആ ഒരു ഇവന്റ് ഡ്രാഗ് ചെയ്തിട്ട് ഓപ്പൺ ലെവൽ ബൈ നെയിം എന്ന് പറഞ്ഞ ഒരു നോഡ് ഉണ്ട്. ആ നോഡിൽ നമുക്ക് ആ ഒരു ലെവലിന്റെ നെയിം കൊടുക്കാനുണ്ട്. അവിടെ ഞാനിപ്പോൾ കൊടുക്കുന്നത് തേർഡ് പേഴ്സൺ മാപ്പ് എന്നാണ്. തേർഡ് പേഴ്സൺ മാപ്പ് എന്ന് തന്നെയാണ് തോന്നുന്നത് ആ ഒരു മാപ്പിന്റെ പേര്. അതെ, നമ്മളുടെ ഗെയിം ലെവലിന്റെ പേര് തേർഡ് പേഴ്സൺ മാപ്പ് എന്നാണ്. അപ്പൊ ഞാനവിടെ ആ ഒരു നെയിം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ആ ഒരു മാപ്പിലേക്ക് പോകുന്നുണ്ടോ. അത് കാണാൻ സാധിക്കും. ഞാനിവിടെ ഈ ഒരു സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഗെയിം ലെവലിലേക്ക് പോകുന്നുണ്ട്. അതായത് ഗെയിം ലെവലാണ് ഓപ്പൺ ആയി വരുന്നത്. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ഗെയിം പ്ലേ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു വിൻഡോ വരും. ഇതിൽ ഞാനിപ്പോൾ ഈ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഗെയിമിന്റെ മെയിൻ ലെവലിലേക്ക് പോകും. അപ്പൊ നമുക്ക് ഈ ഒരു ഇവിടെ ഇനിയും കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഈ ഒരു കാണുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് മാറ്റിയിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു മൂവ്മെന്റ് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറിനെ നോക്കാം, നമ്മുടെ പബ്ജിയിലൊക്കെ ഉള്ള പോലെ. എന്നിട്ട് ആ ക്യാരക്ടറിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും മൗസ് കൊണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും. ഇതിപ്പോ ബിഗിനർ ട്യൂട്ടോറിയൽ ആയതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് വെച്ചത്. അതിനുശേഷം നമുക്ക് ഇനി ഇതിലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് കൊടുക്കാം, പബ്ജിയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം പബ്ജിയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ക്രോമിൽ പോയതിനു ശേഷം ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഞാനിവിടെ ഇപ്പം ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പബ്ജിയുടെ ഒരു MP3 ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനെ ഞാൻ ഒരു പ്രൊജക്റ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യാണ്. ഇമ്പോർട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഈ ഒരു ലെവലിന്റെ ബ്ലൂ പ്രിന്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ഈ ഒരു ഇവന്റ് ബിഗിനിങ് പ്ലേ തന്നെ നമ്മൾ ഈ ഒരു ക്രിയേറ്റ് വിഡ്ജറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു നോഡിന്റെ റൈറ്റ് സൈഡിൽ പോയിട്ട് ഒരു പുതിയൊരു കണക്ഷൻ എടുത്തതിനു ശേഷം പ്ലേ സൗണ്ട് എന്ന് പറയുന്ന ഒരു നോഡ് ഉണ്ട്, പ്ലേ സൗണ്ട് 2D. ആ ഒരു നോഡ് യൂസ് ചെയ്തിട്ട് അവിടെ നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്ത ഒരു സൗണ്ടിനെ ജസ്റ്റ് കണ്ടന്റ് ബ്രൗസറിൽ നിന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക അതിലേക്ക് ഇങ്ങനെ. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഗെയിം ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ ജസ്റ്റ് സ്റ്റാൻഡ് ലോൺ മോഡ് ഇടുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ വലിയ ഡിസ്പ്ലേ ആയിട്ട് വരും. ഓക്കെ, ഓക്കെ, ഇപ്പൊ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം നമ്മൾ ആ ഒരു സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഗെയിം ലെവലിലേക്ക് വരും. അപ്പം നമുക്ക് ഇങ്ങനെയാണ് ഗെയിമിനകത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മെയിൻ മെനുവിൽ ആഡ് ചെയ്യാൻ സാധിക്കുക. വേറെയും കുറെ വഴികളുണ്ട്, പക്ഷെ ഞാൻ ബേസിക്കലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നത്. നമുക്ക് ഇനി ഒരുപാട് ട്യൂട്ടോറിയൽസ് ഇങ്ങനെ ബേസിക്സിനെ കുറിച്ച് വരാനുണ്ട്. അതിനുശേഷം നമ്മൾ 3D മോഡലിംഗും ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് പഠിപ്പിക്കും. അതുപോലെ തന്നെ നമ്മൾ സ്ക്രിപ്റ്റിംഗും പഠിപ്പിക്കുന്നുണ്ടാവും, C++ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യം ബ്ലൂ പ്രിന്റ് യൂസ് ചെയ്തിട്ട് ഫുൾ ബേസിക് കവർ ചെയ്തിട്ട് ബ്ലൂ പ്രിന്റ് തന്നെ യൂസ് ചെയ്തിട്ട് നമ്മളൊരു ഗെയിമും ബിൽഡ് ചെയ്യും. അതിനുശേഷമായിരിക്കും നമ്മൾ C++ലേക്ക് കടക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.